അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാഠം ഹാദാ കലമീ, ഇത് എൻ്റെ പേനയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതത്ര പ്രാധാന്യമുള്ളതല്ല, പരീക്ഷയ്ക്ക് അത്ര അങ്ങനെ ചോദിക്കൂല. വേറെ കുറേ ചോദിക്കാണ്ട് പരീക്ഷയ്ക്ക്, അതുകൊണ്ട് ഇതങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഏതായാലും നമുക്ക് അർത്ഥം നോക്കാം. ഓരോന്നിൻ്റെ ചുവപ്പ് കളർ മാത്രം നോക്കുക. അന, അന്തി, അന, അന്ത, ഹാദ, ഫി, ഹാദിഹി, അല, മൻ, പിന്നെ മൻ, ഹാദ, ഹാദിഹി. ഓരോന്നിൻ്റെ അർത്ഥം അന എല്ലാവർക്കും അറിയാം, ഞാൻ എന്നാണ് അല്ലേ. അന പറഞ്ഞാൽ ഞാൻ. അന്തി പറഞ്ഞാലോ, അന്തി നമ്മൾ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ പറയണതാണ് അന്തി. ആണിനോട് സംസാരിക്കണേ അന്ത എന്നാ പറയാം. അപ്പോൾ ഒരു പക്ഷെ ഫോട്ടോ തന്നിട്ട് നിങ്ങളോട് അന്തയാണോ അന്തിയാണോ ചേർത്ത് കൊടുക്കാണ്ടാവും. അപ്പോൾ ഈ വിരൽ ചൂണ്ടിക്കണ എങ്ങോട്ടാണ് നോക്കുക. ഒരു ആണിലേക്കാണ് ചൂണ്ടിയിട്ടുള്ളതെങ്കിൽ അവിടെ അന്ത എന്ന് പറയും, പെണ്ണിലേക്കാണ് ചൂണ്ടിയിട്ടില്ലെങ്കിൽ എന്ത് പറയും, അന്തി എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ഇനി ഇത് പേന, അപ്പോൾ കലമീ, പേന കീശയിലാണ്. അൽ കലമു ഫിൽ ജൈബി. പിന്നെ ഹാദിഹി ഹിറത്തുൻ, അൽ ഹിറത്തു അല ഷജറത്തി. മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആര് എന്നർത്ഥം. മൻ. ഹാദ പറഞ്ഞാൽ ഇത്, ഹാദിഹി പറഞ്ഞാലും ഇത് തന്നെ. ആണിനാവുമ്പോൾ ഹാദ എന്ന് പറയും, പെണ്ണിനാവുമ്പോൾ ഹാദിഹി എന്ന് പറയും. ഇനി നമുക്ക് ഈ പാഠത്തിൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഏതാണ് നോക്കാം. അതായത് ഇത് ചോദ്യം തന്നു, എന്നിട്ട് ഇവിടുത്തെ എഴുതാൻ പറഞ്ഞു. ഇതെന്താ അർത്ഥം? ദാലിക ദീക്കുൻ, അത് പൂവങ്കോഴിയാണ്. അപ്പൊ അത് എന്താണെന്ന് ചോദിക്കണം. അതിനെന്താ അറബി പറയാം? ഇതിലെ ദാലിക്ക അങ്ങോട്ട് കോപ്പി അടിക്കുക, എന്നിട്ട് മാ എഴുതുക. അപ്പൊ മാ ദാലിക്ക, അത് എന്താണ്. അതേപോലെ തന്നെ തിൽക്ക ദജാജത്തിന്റെ അവിടെ ഇത് ചോദ്യം തന്നു കഴിഞ്ഞാൽ ഈ ചുവപ്പ് കളറുള്ള തിൽക്ക, ആദ്യത്തെ തിൽക്ക അങ്ങോട്ട് എഴുതുക, അതിന്റെ തുടക്കത്തിൽ മാ കൊടുക്കുക, മാ തിൽക്ക. ഇനി നിങ്ങൾക്ക് മാ ദാലിക്ക ചോദിച്ചു, അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഈ ദാലിക്ക ഇങ്ങോട്ട് കോപ്പി അടിക്കുക ആദ്യം, ദാലിക്ക, എന്നിട്ട് ഇതിന്റെ പേര് എഴുതുക, എന്താ, ദീക്കുൻ. അതേപോലെ തന്നെ മാതിൽക്ക ചോദിച്ചാൽ തിൽക്ക അങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക, എന്നിട്ട് ദജാജത്ത് എഴുതുക. മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത് ഇത് തന്നിട്ട് ഇത് ചോദിച്ചതാണ്. ഇനി ഈ വർഷം ഒരുപക്ഷെ ഇത് തന്നിട്ട് ഇത് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ട്രിക്ക് നോക്കുക. അടുത്ത ഐനൽ ഹഖീബത്തു, കഴിഞ്ഞ വർഷം ഇത് തന്ന് ഇതാ ചോദിച്ചത്. എന്താണ്? അൽ ഹഖീബത്തു അല ത്വാവിലത്തി. അപ്പോൾ എന്താ ചോദിക്കേണ്ടത്? ബാഗ് എവിടെയാണ്, എവിടെ എന്നുള്ളതിൻ്റെ അറബി ഐന. അപ്പോൾ ഐനൽ ഹഖീബത്തു, പിന്നെ ഐനൽ കിതാബു. ഇനി ഇതാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ഇതെങ്ങനെ എഴുതുക? ഐനൽ ഹഖീബത്ത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അവസാനത്തെ വാക്ക് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ അൽ ഹഖീബത്ത് ഇങ്ങോട്ട് എഴുതി, എന്നിട്ട് ബാഗ് എവിടെ ഉള്ളത്? മേശൻ്റെ മുകളിൽ. അപ്പോൾ അല ത്വാവിലത്തി. ഐനൽ കിതാബു, ഏതങ്ങോട്ട് കോപ്പി അടിക്കേണ്ടത്? അവസാനത്ത് അൽ കിതാബു. അൽ കിതാബു കോപ്പി അടിക്കുക, എന്നിട്ട് പുസ്തകം എവിടെ ഉള്ളത്? ബാഗിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫിൽ ഹഖീബത്തി. മനസ്സിലായോ? അപ്പോൾ അതാണ് കഴിഞ്ഞ വർഷം വന്ന് പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറബി തന്നിട്ട് മലയാളമാക്കാണ്ടായിരുന്നു. അത് ഇതിൽ നിന്നാണ് പറഞ്ഞത്. ഇന്ദി സിത്തത്തു അഖ്ലാമിൻ. സിത്ത എന്ന് പറഞ്ഞാൽ 6 എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ മലയാളം എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് 6 പേനകൾ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇന്ദി ജവ്വാലും വാഹിദുൻ. വാഹിദ് പറഞ്ഞാൽ 1 എന്നറിയാം. ജവ്വാലിൻ്റെ അർത്ഥം മൊബൈൽ എന്നാണ്. അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ എൻ്റെ അടുക്കൽ. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു മൊബൈലുണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. എന്തിന്? അറബി തന്നിട്ട് മലയാളമാക്കാൻ. അപ്പോൾ ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓർമ്മ വേണം. ഇസിനാനി പറഞ്ഞാൽ 2 കലമാനി പറഞ്ഞാൽ 2 പേന. അപ്പോൾ എൻ്റെ അടുത്ത് 2 പേന ഉണ്ട്. പിന്നെ സലാസ പറഞ്ഞാൽ 3 കുത്തുബ് പറഞ്ഞ പുസ്തകമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 3 പുസ്തകമുണ്ട്. അർബ പറഞ്ഞാൽ 4 അസ്ദിഖ പറഞ്ഞ കൂട്ടുകാരാണ്. അപ്പോൾ എനിക്ക് 4 കൂട്ടുകാരുണ്ട്. ഹംസ പറഞ്ഞാൽ 5 അസാത്തിദത്ത് പറഞ്ഞാൽ ഉസ്താദ്. അപ്പോൾ എനിക്ക് 5 ഉസ്താദന്മാരുണ്ട്. എൻ്റെ മദ്രസയിൽ 5 ഉസ്താദന്മാരുണ്ട്. അതുപോലെ സബഅത്ത് പറഞ്ഞാൽ 7, ഔലാദ് പറഞ്ഞാൽ കുട്ടികൾ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട്. അങ്ങനെ സമാനിയത്ത് കറാസ് പറഞ്ഞാൽ കടലാസ്. എത്ര എണ്ണമാണ്? 8 എണ്ണം. പിന്നെ വലി മദ്രസത്തി തിസ്അത്തു അബ്വാബിൻ, എൻ്റെ മദ്രസയിൽ എന്തുണ്ട്? 9 ബാബുകൾ, വാതിലുകളുണ്ട്. പിന്നെ എൻ്റെ മദ്രസക്ക് എന്തുണ്ട്? 10 ജനലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. അന, അന്ത, അന്തി, ഹാദ, ഹാദിഹി, ഫി, അല, ദാലിക, തിൽക്ക, മാ, മൻ, മൈന, അബി, കലമി. ഇതൊക്കെ നമുക്ക് അറിയണതാണ് അല്ലേ?
ഇത് അറിയാത്തവരുണ്ടാവില്ല, 2ാം ക്ലാസ്സിൽ പഠിച്ചു. ആന പറഞ്ഞാൽ ഞാൻ, അന്ത പറഞ്ഞാൽ ആണിനോട് പറയുമ്പോൾ നീ, അന്തി പറഞ്ഞാൽ നീ, രണ്ടും നീ തന്നെ അർത്ഥം, ഒന്ന് ആണിനോട് ഒന്ന് പെണ്ണിനോട്. ഹാദ പറഞ്ഞാൽ ഇത്, ഹാദി പറഞ്ഞാൽ ഇത്, ഒന്ന് ആണ് ഒന്ന് പെണ്ണ്. ഫി പറഞ്ഞാൽ ഇൽ, കുപ്പിയിൽ, ക്ലാസ്സിൽ, മദ്രസിൽ, അങ്ങനെ. അല പറഞ്ഞാൽ മുകളിൽ, അലത്വാവിലെത്തി മേശന്റെ മുകളിൽ, അങ്ങനെ. ദാലിക്ക പറഞ്ഞാലും അത്, തിൽക്ക പറഞ്ഞാലും അത്. പിന്നെ ആണാവുമ്പോൾ ദാലിക്കും, പെണ്ണാവുമ്പോൾ തിൽക്കും. മാ പറഞ്ഞാൽ എന്ത്, മന്ന പറഞ്ഞാൽ ആര്, ഐന പറഞ്ഞാൽ എവിടെ, അബി എൻ്റെ ഉപ്പ, കലമി എൻ്റെ പേന. അപ്പൊ കഴിഞ്ഞ വർഷം പരീക്ഷക്ക് ഇത് വന്നത് കൊണ്ട്, അതായത് ഇത് വന്നത് കൊണ്ട് ഒരു പക്ഷേ പരീക്ഷക്ക് ഈ വർഷം ഇത് വരാൻ സാധ്യതയുണ്ട്. ഏത്, ഈ ചോദ്യം വരാൻ സാധ്യത. അതുകൊണ്ട് ഇത് നന്നായി പഠിച്ചോളൂ. എന്താണ് ഇവിടെ ഉത്തരം തന്നെ? ഹാദിഹി ഹാദ. ഏതാ കൊടുക്കേണ്ടത്? വളരെ സിമ്പിളാണ്. താ ഉള്ളതാണെങ്കിലാണ് ഹാദിഹി കൊടുക്കുക. ഇതിൽ സ്വദീഖത്തി എന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഹാദ കൊടുക്കേണ്ടത്. ദജാജത്തുൻ, അവസാനം താ ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? ദാലിക്കും തിൽക്കും നോക്കുമ്പോൾ താ ഉള്ള ഏതാ? തിൽക്ക. അപ്പൊ ഇങ്ങോട്ട് കൊടുക്കും. ദാരിസത്തു എന്ന് പറയുമ്പോൾ അവസാനം താ ഉണ്ട്. അപ്പൊ ഇതില് പെണ്ണിനോട് പറയണ ഏതാ? അന്തയാണോ അന്തിയാണോ? അന്തി. അടുത്തത് ദാരിസുൻ, താ ഉണ്ടോ? ഇല്ല. അപ്പോ താ ഇല്ലെങ്കിൽ ഹിയാർണ ഏതാണ്? പെണ്ണിന് പറയണതാണ്. അപ്പൊ ഏതാ വേണ്ടി? അന, അനദാരിസുൻ. പഠിച്ചില്ലേ? അത് കൊടുക്കണ പഠിച്ചില്ലേ? പിന്നെ ഹാദ, ഈ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിലുണ്ടല്ലോ, നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ലിസാനിൽ. ഞാൻ ശ്രദ്ധിച്ചു, കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായി പഠിക്കുക. ഹാദ അബു എന്നുള്ള എന്താ പറഞ്ഞേ? അവസാനം യാ കൊടുത്തു. അപ്പൊ ഹാദ അബി. അപ്പൊ ഹാദി ഉമ്മി, എല്ലാം എളുപ്പമല്ലേ? ദാലിക കിതാബി, അവസാനം യാ കൊടുത്താൽ മതി. ഹിറത്തി, ഉഖ്തി, സദീഖി, അങ്ങനെ വരും. അടുത്തടുത്ത് 3 എന്താ പറയാ? സലാസ. അപ്പൊ 8 എന്താ പറയാ? സമാനിയ. 4 അർബ. 9 എന്താ പറയാ? തിസ്. 10 അഷറ. അതൊക്കെ എല്ലാവർക്കും വരണാണ്, എന്നെക്കാളും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, കാരണം കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം വരാത്തൊക്കെ ശരിക്കും നോക്കിക്കോളൂ. ഇവിടെ അൽ ഹിറത്തു ചോദ്യമാണ്, ചോദ്യത്തിന്റെ ചിഹ്നമാണ് ഇത് അല്ലേ. ഇവിടെ എന്തൊക്കെയുള്ളത്? മായുണ്ട്, അയിനുണ്ട്. മൽ ഹിറത്തും ചോദിക്കാൻ പറ്റുമോ? അയിനൽ ഹിറത്തു ചോദിക്കാൻ പറ്റുമോ? അയിന പറഞ്ഞാൽ എന്താ? എവിടെ. അപ്പൊ അയിനൽ ഹിറത്തു, ഹിറത്ത് എവിടെ? അതല്ലേ നല്ലത്. അയിന പറഞ്ഞാൽ എന്താ? എവിടെ. ഹിറത്ത് പറഞ്ഞാൽ പൂച്ച, പൂച്ച എവിടെ. അപ്പൊ മാ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? മാ കുഴപ്പമുണ്ട്. എന്താ? മാ പറഞ്ഞാൽ എന്ത് എന്നർത്ഥം. മൽ ഹിറത്തു, പൂച്ച എന്ത്? ആരും ചോദിക്കോ? ഇല്ല, ഓന് വട്ടാന്ന് പറയുമ്പോൾ അല്ലേ. അടുത്തത് ഡാഷ് ഹാദ. അയിന ഹാദ മൻ ഹാദ. എന്താ ചോദിക്കുക? അയിന പറഞ്ഞാൽ എവിടെ, ഹാദ പറഞ്ഞാലോ ഇത്. അപ്പോ ഇത് എവിടെ, അല്ല എവിടെ ഇത്, അങ്ങനെ ചോദിക്കോ? ഇല്ല. പിന്നെ ചോദിക്കാം മൻ ഹാദ ചോദിക്കും. മൻ ഹാദ. അപ്പൊ മന്നാണ് ശരി. അപ്പൊ ഇത് ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഇത് അർത്ഥം നോക്കിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ദാലിക്ക, മാദാലിക്കാണ്, ഹുവദാലിക്കാണ് വേണ്ടി? മാദാലിക്കാണ്, എളുപ്പം കിട്ടും. പിന്നെ ഹാദിഹി, അയിന ഹാദിഹിയാണോ മൻഹാദിയാ വേണ്ടി? മന്ന വേണ്ടി. മനസ്സിലായോ? അതോ ഓക്കെ ഇല്ലേ? രണ്ടാമത്തെ പാഠത്തിലെ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഒന്നാമത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു. ഈ 4 ചിത്രങ്ങളും തന്നു, ഈ 4 ചിത്രത്തിന്റെ പേരെഴുതാനും. അപ്പൊ അത് നന്നായി പഠിച്ചോളൂ. കഴിഞ്ഞ വർഷത്തെ പരീക്ഷ ചോദ്യങ്ങൾ ഇപ്രാവശ്യം വരൂല എന്നൊന്നുമില്ല കേട്ടോ, വരാൻ സാധ്യതയുണ്ട്. അത് നന്നായി പഠിക്കുക. ഇതിലിപ്പോ കുട്ടി പോവുകയാണ് അല്ലേ, മദ്രസയിലേക്ക് പോകുന്നു. അപ്പൊ ഇതിൽ പോകുന്നതിന് എന്താ അറബി പറയാ? ഇവിടെ എന്തൊക്കെ ഉണ്ട് അറബി? യതവല്ലഉ, യശ്റബു, യദ്ഖുലു, യദ്ഹബു. ഇതിലേതാ പോവുക? യദ്ഹബു ആണ് പോവുക. അപ്പൊ യദ്ഹബു ആണ് വേണ്ടത്. ഇവിടെ കുട്ടി എന്താണ്? ഒളു എടുക്കാണ് അല്ലെ, ടാപ്പ് നിന്ന് ഒളു എടുക്കാണ്. ഒളു എടുക്കണേന് എന്താ പറയാ? വുളൂ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുണ്ടല്ലോ ഇവിടെ, യതവല്ലഉ ഉണ്ട്. അപ്പൊ യതവല്ലഉ ആണ് ഇവിടെ. പിന്നെ ഇവിടെ എന്താ ഈ കുട്ടിക്ക് പണി? ചായ കുടിക്കാണ്. കുടിക്കണേന് എന്താ പറയാ? യശ്റബു. ഇവിടെ എന്താണ് ഈ കുട്ടിക്ക് പണി? കേറാണ്, ഉള്ളിലേക്ക് കേറുക. അപ്പൊ എന്താ പറയാ? യദ്ഖുലു. അപ്പൊ ഇത് കിട്ടാൻ എന്താ വഴി? ഇത് കിട്ടാൻ ഇതിങ്ങനെ കാണാതെ പഠിക്കന്നെ. യതവല്ലഉ ഒളു എടുക്കുക, യതവല്ലഉ ഒളു എടുക്കുക, യശ്റബു കുടിക്കുക, യശ്റബു കുടിക്കുക, അങ്ങനെ ചൊല്ലി പഠിക്കുക. വേറൊരു നിർവാഹമില്ല. പിന്നെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നതാണ്. ഇത് ഫുള്ള് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ ആണാണോ പെണ്ണാണോ നോക്കുക. അൽ വലതു ഇലൽ മദ്രസ. വലത് പറഞ്ഞാൽ ആണാണ്. അപ്പൊ ആണാണെങ്കിൽ ഇതാ കൊടുക്കുക, പെണ്ണാണെങ്കിൽ താ ഉള്ളത്. അത് ഓർത്ത് വെച്ചാൽ തുടക്കത്തിൽ ഇങ്ങനെ താ ഉള്ളതാണ് പെണ്ണിനുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ആണാണെങ്കിൽ താ ഇല്ലാത്തത്, പെണ്ണാണെങ്കിൽ താ ഉള്ളത്. അപ്പൊ വലത് പറഞ്ഞ ആണല്ലേ, അപ്പൊ യദ്ഹബു വേണ്ടി. അൽ ബിന്ദു, ബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിച്ച മോളാണ്, മോള് അല്ലേ. അപ്പൊ ഇതിലേതാ താ ഉള്ളത്? തുടക്കത്തിൽ താ ഉള്ളത് തവല്ലു. അപ്പൊ ഇതാ വേണ്ടിയത്. അടുത്ത ബാസിം. ബാസിം പറഞ്ഞാൽ കേട്ടാൽ തന്നെ മനസ്സിലായി ആണിന്റെ പേരാണ്. അപ്പൊ യർജു.
തെർജിയോ താവുള്ളതാണ്. അൽ ഉമ്മു ഉമ്മ പെണ്ണല്ലേ, അപ്പൊ ഏതാ വേണ്ടിയ തദ്ഖുലു. കണ്ടോ, വളരെ സിമ്പിളാണ്. ഈ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ പാഠത്തു നിന്ന് വന്ന ചോദ്യം, പിന്നെ ഈ പാഠത്തൊന്നും വന്നില്ല. ഇനി നമുക്ക് ഈ വർഷം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറയാം. അതായത് ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ട് എന്താക്കാൻ പറയും, നിങ്ങളോട് മലയാളം എഴുതാൻ പറയും. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി, എന്താ അർത്ഥം? കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. യതവല്ലഉ ബാസിമുൽ ഹൗലി, ഹൗലിൽ നിന്ന് ബാസിം വുളു എടുക്കുന്നു. സാലിം ബാങ്ക് കേൾക്കുന്നു. ഫാത്തിമ ചായ കുടിക്കുന്നു. മാജിദ അസ്ർ നിസ്കരിക്കുന്നു. ഉമ്മ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ട് നിങ്ങളോട് മലയാളം എഴുതാൻ തരാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വരാത്ത, ഈ പാഠത്തിൽ വരാത്ത ചോദ്യം ഇതാണ്. അപ്പൊ ഇത് വരാൻ വളരെ വളരെ സാധ്യതയുണ്ട്. ഇതെങ്ങനെ വരിക പൂരിപ്പിക്കാൻ? അതായത് യദ്ഹബു, അപ്പൊ അതിനെന്താ വേണ്ടി ഇവിടെ ദഹബ. തദ്ഹബു, അതിനിവിടെ എന്താ വേണ്ടി ദഹബത്ത്. ഇത് മാലിയാണ്. മാലി പറഞ്ഞാൽ എന്താ, കഴിഞ്ഞു പോയത്. അതായത് ഇവിടെ ഇപ്പൊ പോയി എന്നർത്ഥം, ഇവിടെ പോകുന്നു അല്ലെങ്കിൽ പോകുന്ന അർത്ഥം. ഇതെന്താ അർത്ഥ വ്യത്യാസം? പോയി, ആള് പോയി കഴിഞ്ഞു, അതാണ് ഇവിടെ പോകും അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ മാലി ആകുമ്പോ ഇങ്ങനെ വരിക, മുതാരി ആകുമ്പോ ഇങ്ങനെ വരിക. മാലി എല്ലാം ഏത് രൂപത്തിലായിരിക്കും എന്നറിയോ? 3 ഫതഹ് വരുന്ന രൂപത്തിലായിരിക്കും. ഫഅല, കണ്ടോ, ദഹബ, കണ്ടോ. പിന്നെ മൂന്ന് ഫതഹ് വന്നിട്ട് പിന്നെ താ വന്നു സുക്കൂനുള്ള. പിന്നെ സമിഅ, കണ്ടോ, സമിഅത്ത്, സ്വല്ല, സ്വല്ലത്ത്. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇത് ഫുള്ള് മാലിയാണ്. ഇതാണ് ഫുള്ള് മുതാരി. മുതാരിന്റെ തുടക്കത്തിൽ യാ ഓ താ ഒക്കെ ഉണ്ടാവും. അപ്പൊ നോക്ക, യദ്ഹബു, തദ്ഹബു, യസ്മാഉ, തസ്മാഉ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മറ്റൊരു കുടുംബക്കാരനാണിത്. ഇത് രണ്ടൊരു കുടുംബാണ്. അപ്പൊ ദഹബ ഇവിടെ തന്നാൽ ഇവിടെ യദ്ഹബു എഴുതണം. ദഹബത്ത് തന്നാൽ തദ്ഹബു എഴുതണം. സമിഅ യസ്മാഉ, സമിഅത്ത് തസ്മാഉ. അപ്പൊ നിങ്ങൾ ഇത് പൊത്തിപ്പിടിച്ചിട്ട് യദ്ഹബു പറഞ്ഞാൽ ഇവിടെ ദഹബാണ്, തദ്ഹബു ആണെങ്കിൽ ദഹബത്താണ്. അങ്ങനെ കിട്ടണം നിങ്ങൾക്ക്. അതുപോലെ ഇത് പൊത്തിപ്പിടി ദഹബ പറഞ്ഞാൽ ഇവിടെ യദ്ഹബു, അങ്ങനെ ചൊല്ലി കിട്ടണം. അതങ്ങനെ തന്നെ പഠിക്കണം, വേറെ വഴിയൊന്നുമില്ല. കാല യഖൂലു. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇത് വളരെ സിമ്പിളാണ്, ഇത് പണിയൊന്നുമില്ല, ഇതൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയല്ല. അൽ ബിന്ദു തദ്ഹബു എങ്ങനെ മാറ്റുക? തദ്ഹബുൽ ബിന്ദു. അൽ അബു യജ്ലിസു, യജ്ലിസുൽ അബു. അൽ ഉമ്മു തജ്ലിസു, തജ്ലിസുൽ ഉമ്മു. അത് പണിയൊന്നുമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് വാക്കർത്ഥം നോക്കിക്കോളട്ടോ. യസ്മാഉ കേൾക്കുന്നു, യദ്ഹബു പോകുന്നു, യതവല്ലു ഒതുകൊടുക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യുസല്ലി നിസ്കരിക്കുന്നു, യഖൂലു പറയുന്നു, യർജിഉ മടങ്ങുന്നു, യജ്ലിസു. അപ്പൊ ഇതിൽ വരാത്ത, ഇവിടെ 4 അല്ലേ, 4 ചിത്രത്തിലുള്ള, അതല്ലാത്ത ഇവിടെ വരുന്ന കുറച്ചെണ്ണം നിങ്ങൾ പഠിച്ചോളൂ. യർജിഉ കാരണം കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം വരും. യഖൂലു, പിന്നെ യജ്ലിസു, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. തൻതദിറു പഠിച്ചു വെക്കുക കേട്ടോ. യഖൂലു പറഞ്ഞാൽ പറയുന്നു, യർജിഉ മടങ്ങുന്നു, യജ്ലിസു ഇജ്ലിസ് കേട്ടില്ല ഇരിക്കുന്നു, തൻതദിറു പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. മജല്ലത്തും ബി ഖത്തിൽ യദ്, അല്ലെ, കൈ കൊണ്ടുള്ള മാസിക, കയ്യെഴുത്തു മാസിക. ഇതിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം മാത്രം നമുക്ക് ആദ്യം പറയാം. കഴിഞ്ഞ വർഷം ചോദിച്ച ഇതാണ്, ഞാൻ ഈ എഫ് എന്ന് എഴുതിയ ചോദ്യങ്ങളാണ്. അതായത് ഹാദാനി ഇബ്നാനി ഡാഷ് ദാരിസാനി. അപ്പോൾ ഏതാ കൊടുക്കേണ്ടത്? അവിടെ എന്താ കൊടുക്കേണ്ടത്? ഹുമാന്നാ കൊടുക്കേണ്ടത്. അവർ ഇങ്ങനെ എവിടുന്നാ കിട്ടിയത്? ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 പേരിന്ന്. അപ്പൊ അവർ 2 പേരിന്ന് എങ്ങനെ കിട്ടിയത്? കണ്ടോ, ഇവിടെ അവസാനം അലിഫുൻ നൂനുണ്ട്, ഇവിടെ അവസാനം അലിഫുൻ നൂനുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് 2 ആളാണ്. അലിഫുൻ നൂനും അവസാനം അലിഫുൻ നൂനും ഉണ്ടാവുമ്പോ എന്ത് മനസ്സിലാക്കാം? 2 ആളാണ്. അപ്പൊ ഇത് ഹുമ എന്നാണ്. 2 ആൾക്ക് എന്താ പറയാ? ഹുമ. അടുത്ത ഹാ ഉലായി അബുനാവുൻ, അവസാനം അലിഫുൻ നൂനുണ്ടോ? ഇല്ല. അപ്പൊ 2 ആളല്ല എന്ന് ഉറപ്പായി. പിന്നെ ഇവിടെ അവസാനം വാവുൻ നൂനുണ്ട്. വാവുൻ നൂൻ എന്തിന്റെ അടയാളാന്ന് അറിയോ? കുറെ ആണുങ്ങളെ അടയാളാണ്. കുറെ ആണുങ്ങൾക്ക് എന്താ ഉണ്ടാവുക? വാവുൻ നൂനും. അപ്പൊ കുറെ ആണുങ്ങൾക്ക് എന്താ പറയാ? ഹും എന്നാ പറയാ. ഹും, ഹുവ, ഹുമാ, ഹും. പഠിച്ചിട്ടില്ലേ? അത് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. ഹാദിഹി ബിന്തുൻ, മോളാണ്. ആദ്യം ഉറപ്പിച്ചു മോളാണ്. ഇവിടെ ദാരിസത്തുൻ, താഴുണ്ട്, മോളാണ്. അപ്പൊ ഒരു പെണ്ണിന് എന്താ പറയാ? ഹിയ എന്നാ പറയാ. അതാ ഇവിടെ കൊടുക്കണ്ടത്, ഹിയ. അടുത്ത് ഹാത്താനി ബിന്താനി, അലിഫുൻ നൂനുണ്ടോ? ഉണ്ട്.
രണ്ടിടത്ത് അലിഫ്. അപ്പോൾ എന്താണ്? രണ്ടാളാണെന്ന് മനസ്സിലായി. ഇനി ആണാണോ പെണ്ണാണോ? പെണ്ണും കൂടിയാണ്, താ ആണ്. പക്ഷെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടാളുണ്ടാവുമ്പോൾ ഹുമാ എന്ന് തന്നെ പറയാം. അടുത്ത ഹ ഉലായി ബനാത്തുൻ, അവസാനം അലിഫുൻ നൂനുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും രണ്ടാളല്ല. അവസാനം അലിഫും വാവും നൂനും ഉണ്ടോ? ഇവിടുത്തെ പോലെ അതുമില്ല. അപ്പൊ ഇതെന്തല്ല? കുറെ ആണുങ്ങളും അല്ല, അവസാനം അലിഫും താവും ഉള്ളത്. അപ്പൊ ഇത് എന്തിന്റെ അടയാളാണ്? കുറെ പെണ്ണുങ്ങൾ അടയാളം. കുറെ പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? ഹുന്ന. ഇപ്പൊ ഇതാണ് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അഥവാ കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യം. ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ വർഷം നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഞാൻ പറയാം. ഈ പാഠത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യം ഇത് വരാൻ സാധ്യത ഉണ്ട്. ഇവിടെ എന്താ കൊടുക്കുന്നത്? ബനാത്തുൻ, ബനാത്തുൻ. അപ്പൊ ഇതിൽ ഹിയ ഹുമ ഹുന്നുണ്ട്. ഇതിൽ ഏതാ വേണ്ടിയെന്നാ ചോദിക്കുന്നത്. അത് എങ്ങനെ നോക്കുക? കുറെ പെണ്ണുങ്ങൾക്ക് ഹുന്ന എന്നാ പറയാ, രണ്ടാളുകൾക്ക് ഹുമ എന്നാ പറയാ, ഒരു പെണ്ണിന് ഹിയ എന്നാ പറയാ. അപ്പൊ ഈ ബനാത്ത് എന്നുള്ളത് കുറെ ആണാണോ കുറെ പെണ്ണാണോ രണ്ട് പെണ്ണാണോ ഒരു പെണ്ണാണോ നോക്കിയാൽ മതി. രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ അവസാനം അലിഫും നൂനുണ്ടാവും. ഈ ട്രിക്ക് നോക്കുക. രണ്ടാളുള്ളടത്തൊക്കെ അവസാനം അലിഫും നൂനുണ്ടാവും. കുറെ ആണുങ്ങളുള്ളടത്തൊക്കെ അവസാനം വാവും നൂനുണ്ടാവും. ആ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വാവും നൂനുണ്ടാവും അവസാനത്തെ വാക്കിന്റെ അവസാനത്തിൽ. അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരാളായിരിക്കും. ഇത് അവസാനം വാവും നൂനും കുറെ ആണുങ്ങളാവുമ്പോൾ ഹുമ്മ ചേർക്കുക, അവസാനം അലിഫു നൂനാകുമ്പോൾ ഹുമ എന്നാ ചേർക്കുക, ഹുമ. പിന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഹുവ അല്ലെങ്കിൽ ഹിയ. പെണ്ണാണെങ്കിൽ ഹിയ വരും, പിന്നെ ആണാണെങ്കിൽ ഹുവ വരും. പെണ്ണാന്ന് എങ്ങനെ മനസ്സിലാകാം? താഴോട്ട് നോക്കിയാൽ മതി. നോക്കിക്കോ. അപ്പൊ ഇവിടെ ബനാത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അവസാനം അലിഫും താവും ഉള്ളത്. അലിഫും താവും ആവുമ്പോ എന്താണ്? ഹുന്നാണ്, പെണ്ണുങ്ങളാണ്, കുറെ പെണ്ണുങ്ങൾ. ബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി നമുക്കറിയാം, അപ്പൊ ഹിയാണ്. പിന്നെ അലിഫും നൂന് കണ്ടോ? അപ്പൊ ഹുമാണ്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഹുവ ഹുമാ ഹും, ഇത് ഫുള്ള് ആണുങ്ങൾ, ഇത് ഫുള്ള് പെണ്ണുങ്ങളുമാണ്. അപ്പോ ഇതിലേതാ? അലിഫും നൂനുണ്ട്, അപ്പൊ ഇതേതാ? ഹുമ. പിന്നെ ഹും എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ, അതാണ് അലിഫും അംസും ഉള്ളത്, അബിനാവ്. പിന്നെ ഒരാളുള്ളത് ഹുവ ബാസിറുൻ. ഓക്കെ. ഇനി ഇതിങ്ങാനും പരീക്ഷയ്ക്ക് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വരുമോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് പഠിക്കാം അല്ലേ. ഇവിടെ വഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, അപ്പൊ അനയാണ് ഇവിടെ, ഞാൻ എന്നുള്ളതുണ്ട്. ഇവിടെ ഇത് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാപ്പ നെഹനു. അപ്പൊ ഇതിനൊക്കെ ആദ്യം വേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ഈ എന്ത് പഠിക്കണം? ഈ ലമീറുകൾ പഠിക്കണം, എന്നാലേ ഇപ്പൊ ഇത് കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ബൈഹാട്ടെ. ഇത് പഠിക്കാതെ ആരും പോണ്ടേ, അത് ഉറപ്പാണേ. ഇത് പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോണ്ട. ഹുവ ഹുമാഹും ഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമാന്തും അന്തി അന്തുമാന്തുന്ന അനാനഹൻ. ഈ രണ്ട് ഡാർക്ക് ഷെയ്ഡ് ചെയ്ത രണ്ട് കളർ ഉണ്ടല്ലോ, അത് രണ്ടും പെണ്ണുങ്ങളതാണ്. എന്ന് പറഞ്ഞാൽ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നർത്ഥം. അവർ രണ്ടാള്, അവർ കുറെ പെണ്ണുങ്ങൾ. അന്തി പറഞ്ഞാൽ നീ ഒരു പെണ്ണ്, അന്തുമ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ, അന്തുന്ന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. കണ്ടോ? ഇവ രണ്ട് ഷെയ്ഡ് ചെയ്തും പെണ്ണുങ്ങൾക്കുള്ള. ഇനി ബാക്കിയുള്ള മഞ്ഞ കളറൊക്കെ ആണുങ്ങൾക്കുള്ളതാണ്. ഇവിടെ മാത്രം ആണും പെണ്ണും പറ്റും. അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹുവ പറഞ്ഞാൽ അവനൊരാണ്, ഹുമാറിന് അവർ രണ്ടാള്, ഹും എന്ന് പറഞ്ഞാൽ കുറെ ആണുങ്ങൾ. അന്ത പറഞ്ഞാൽ നീ ഒരാണ്, അന്തുമ നിങ്ങൾ രണ്ടാള്, അന്തും നിങ്ങൾ കുറെ ആണുങ്ങൾ. അനാറിന ഞാൻ ആണും പെണ്ണിനും പറ്റും, നഹ്നു പറഞ്ഞാൽ ഞങ്ങള്, അപ്പോൾ ആണിനും പെണ്ണിനും പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാതെ കിട്ടുന്ന ആളുകളാണെങ്കിൽ ഇത് എഴുതാൻ കഴിയും. നോക്കുക, ഇവിടെ അലിഫു നൂനുണ്ടല്ലോ, തക്തുബാനിയാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വേണ്ടത്? ഹുമ അല്ലെങ്കിൽ അന്തുമ, അത് രണ്ട് എഴുതിയാലും ശരിയാണ്. അടുത്ത തജ്മഊന, അവസാനം വാവും നൂനുണ്ട്, അപ്പൊ എന്താണ്? കുറെ ആണുങ്ങളാണ്. അപ്പൊ എന്താ വേണ്ടിയത്? അന്തും എന്നാ വേണ്ടി. എന്താ വേണ്ടി? അന്തും. പക്ഷെ കുറെ ആണുങ്ങൾക്ക് വേറെ ഉണ്ടല്ലോ, ഹുമ്മു ഉണ്ടല്ലോ. പക്ഷെ എന്താ ഹുമ്മു കൊടുക്കാത്തത്? ഇവിടെ തുടക്കത്തിൽ താഴുണ്ട്. അപ്പൊ ഇതിലേതാ താഴുള്ളത്? ഇതിനല്ലേ. ഹുമ്മിനാണ് തീനാണ് താഴുള്ളത്, ഇതിനാ താഴുള്ളത്. അപ്പൊ ഇതാ കൊടുക്കണ്ടത്. അന്തും തജ്മഊന. എന്നാ ഇത് നിങ്ങൾ പറയും തുസമ്മിംന. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണ്ട? അന്തുന്നെ കൊടുക്കണ്ടേ. എന്താ കാരണം? തുടക്കത്തിൽ താഴുണ്ട്. ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്നില്ലെങ്കിൽ ഹുന്ന അല്ലെങ്കിൽ അന്തുന്ന. രണ്ടും കുറെ പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഇനി ഇതിലേതാ താഴുള്ളത്? അന്തുന്നയിലെ താഴുള്ളത്. അപ്പൊ ഇതാ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ താഴുണ്ടല്ലോ, അപ്പൊ അന്തുന്ന, ഹുന്ന അല്ല.
യുലവ്വിനാനി യുലവ്വിനാനി എന്ന് പറയുമ്പോൾ അലിഫും നൂനുണ്ട്, അപ്പോൾ ഹുമാണ് ധൈര്യമായിട്ട് കൊടുത്തു. യഖ്തഊന അവസാനം വാവും നൂനുണ്ട്, താ അല്ല, അപ്പോൾ ഏതാ വേണ്ടി? ഹുമ്മ വേണ്ടി. യർസുംന ഇത് നമ്മൾ കാണാത്താണ്. യർസുംന എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ താകില്ല, അപ്പൊ ഈ അന്തന്റെ കുടുംബം ഒരിക്കലും അല്ല. മനസ്സിലാ? തുടക്കത്തിൽ താഴുള്ളതിനൊക്കെ ഈ അന്തന്റെ കുടുംബക്കാരാണ്. അന്തും അന്തും ഈ 6 അതുണ്ടാവുക തുടക്കത്തിൽ താഴുള്ളതിന്. അപ്പൊ ഇതിൽ തുടക്കത്തിൽ താകില്ല, അപ്പൊ മനസ്സിലാക്കുക അന്തന്റെ കുടുംബം അല്ല. പിന്നെ ഇപ്പൊ ഏതാ ഉള്ളത്? ഹുവന്റെ കുടുംബം. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന. അതില് ഹുന്ന എന്ന് പറയുമ്പോൾ അവസാനം നൂനില്ലേ, ഇവിടെ ഈ നൂനില്ലേ, കണ്ട? അപ്പൊ ഇവിടെ ഹുന്നയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഒക്കെ ട്രിക്ക്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, കാരണം കഴിഞ്ഞ വർഷം ചോദിക്കാത്തത് കൊണ്ട്. ഇനി ഇതും പരീക്ഷയ്ക്ക് വരും. ഇതൊന്നും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, ഇതൊക്കെ ഈ വർഷത്തേക്ക് മാറ്റി വെച്ചതാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ചോദിക്കാത്ത ചോദ്യങ്ങളും ഉണ്ടാവും, കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ചോദിച്ചാൽ എന്തായാലും പഠിക്കണം. അതിന്റെ പുറമെ പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് വരാത്ത ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഇവിടെ യാ സാലിമു, യാ ഫാത്തിമ, യാ അബിനാവ്, കണ്ടോ? യാ വരുന്നിടത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഏതേ വരുള്ളൂ? അന്തന്റെ കുടുംബക്കാരെ വരുള്ളൂ. യാ വരുന്നിടത്തൊക്കെ ആരെ വരുള്ളൂ? അന്തന്റെ കുടുംബക്കാര്. അന്തന്റെ കുടുംബക്കാർ എത്ര ആളുണ്ട്? 6 ആള്. അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന. ഇനി നോയിക്കോ, ഫസ്റ്റത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ യാ ഫാത്തിമ, അപ്പൊ ഇവിടെ ഉത്തരണ്ട് ഹിയ അന്ത അന്തി. അപ്പൊ അന്തന്റെ കുടുംബം വരുള്ളൂ, ഹിയ ഏതായാലും വരൂല. ഇനി ഇതിൽ ആണാ പെണ്ണാ നോക്കുക. ഫാത്തിമ പെണ്ണ, അപ്പൊ അന്തി കൊടുക്കുക. അടുത്ത് യാ അബിനാവു, യാ ഉണ്ടല്ലോ, അപ്പൊ അന്തന്റെ കുടുംബം വരുള്ളൂ. അപ്പൊ ഇത് 3 അന്തണ്ട്. അന്ത അന്തും അന്തി എല്ലാം അന്ത തന്നെയാണ്. പക്ഷെ ഇനി ഇവിടെ നമ്മൾ തീരുമാനിക്കണം, ഇവിടെ എന്താണ്? ഒരാണാണോ ഒരു പെണ്ണാണോ കുറെ ആണുങ്ങളാണോ? വാവും നൂനുണ്ട് അവസാനം, വാവും നൂനും. അവസാനം വാവും നൂനുണ്ട്, കുറെ ആണുങ്ങളാണ്. അപ്പൊ ഇതിലേതാ കുറെ ആണുങ്ങൾ? അന്തും. മനസ്സിലായോ? അടുത്ത് ജവാദുൻ ഉസ്താദി, ജവാദുൻ ഉസ്താദി. ഇവിടെ അന്തല്ലല്ലോ, അവിടെ അന്ത പറ്റൂല. പിന്നെ എന്താ ഉള്ളത്? ഹുവ ഹിയ അന്തി. അന്തി ഏതായാലും പറ്റൂല, കാരണം ഇവിടെ യാ അല്ല. പിന്നെ ഹുവ ഹിയ, അത് രണ്ടുള്ളു. അപ്പൊ ഹുവ ഹിയയിൽ ആണിന് ഏതാ കൊടുക്കുക? ഹുവ. ജവാദ് ആണല്ലേ. അടുത്ത് ഫാത്തിമ ഉഖ്തി, ഫാത്തിമ പെണ്ണാണ്. അപ്പൊ ഇതിലേതാ വേണ്ടി? ഹിയ. ഓക്കെ. യാ ഇബിനു വ യാ ബിന്തു, ഇവിടെ യാ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്ത് വരും? അന്തന്റെ കുടുംബേ വരുള്ളൂ. അപ്പൊ ഏതാണ്? അന്തുമ. അൽ മുസ്ലിമൂന ഡാഷ് യദ്ഹബൂന ഇലാ മക്ക, അവസാനം വാവു നൂനുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഏതാ കൊടുക്കേണ്ടത്? ഹും. അടുത്ത മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി, എന്താണ്? അന മുസ്ലിം, ഇവിടെ അനയാ വേണ്ടി കേട്ടോ. അന മുസ്ലിമു അൽ ഇസ്ലാമു ദീൻ. അതേപോലെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വരാത്ത ചോദ്യമാണ് ഇത്. പക്ഷെ എന്താണ്, വേറെ പരീക്ഷക്കൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പഠിക്കണം. ഒരുപക്ഷെ ഇതിന്റെ വാക്കർത്ത എഴുതാൻ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ജം എഴുതാൻ വരും. പഠിച്ചോളൂ. ഇതിങ്ങനെ ചെല്ലി പഠിക്കുക. എങ്ങനെ പഠിക്കുക? ഇത് സ്വദീകരണ ഒരു കൂട്ടുകാരൻ, അസ്ദീകരണ കുറേ കൂട്ടുകാർ. അപ്പൊ കുറേ എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ ഫുള്ള് വരിക. കലമേറിന പേന, കലാമ് കുറേ പേനകൾ. ലൗന് അൽവാന്, ത്വാലിബ് തുല്ലാബ്, വറക്ക് ഔറാക്ക്, ത്വാലിബത്ത് ത്വാലിബാത്ത്. സൂറത്ത് സുവർ, അന്ത അന്തും അന്തി അന്തുന്ന, അന നഹ്നു ഹുവ ഹും ഹിയ ഹുന്ന. പാട്ട് പഠിക്കുക. സ്വദീഖുൻ അസ്ദിഖാ, കലമ് അക്കലാമ്, ലൗന് അൽവാന്, ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാട്ടോ. നന്നായി പഠിച്ചോളൂ. താലിബ് തുല്ലാബ് വറക്ക്. എന്താ സംഭവം തരിക? ഇത് നിങ്ങൾക്ക് തരും, ഇത് നിങ്ങളോട് എഴുതാൻ പറയും. അല്ലെങ്കിൽ ഇത് തരും, ഇത് എഴുതാ. അധികം ഇത് തന്നിട്ട് ഇത് എഴുതാനാണ് ഉണ്ടാവുക. ഇതെന്താണ്? ഒരു പേനക്ക് എന്താ പറയാ? കലമ്. കുറെ പേനക്ക് അക്കലാമ്. കണ്ടോ? അതിനാണിത്. കുറെ എന്നുള്ള അർത്ഥത്തിനാണ് ഇത്. ഇത് ഒന്നിനും. ഇനി ഇവിടെ അങ്ങനെ തന്നെ സൂറത്ത് സുവർ. ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. അന്ത അന്തും അന്തി അന്തുന, അന നഹ്നു ഹുവ ഹും ഹിയ ഹുന്ന. അന്ത പറഞ്ഞാൽ ഒരാണ്, നീ ഒരാണ്. അന്ത് എന്ന് പറഞ്ഞാലോ നിങ്ങൾ കുറെ ആണുങ്ങൾ. അന്തി പറഞ്ഞാൽ നീ ഒരു പെണ്ണ്, അന്തുന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അന പറഞ്ഞാൽ ഞാന്, നെഹ്നു പറഞ്ഞാൽ ഞങ്ങള്. ഹുവ പറഞ്ഞാൽ അവന്, ഹും എന്ന് പറഞ്ഞാൽ അവര്. ഹിയ അവളൊരു സ്ത്രീ, ഹുന്ന പറഞ്ഞാല് അവർ കുറെ പെണ്ണുങ്ങൾ. അപ്പൊ ഇതെന്തായാലും പഠിച്ചു നോക്കുക. ഇത് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഇനി ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. ഇത് നിങ്ങൾ സെറ്റ് ആക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ ഈ പാഠം നിന്ന് പോകേ വേണ്ട. അങ്ങനെ നിങ്ങൾ പാഠം പഠിക്കേണ്ട ആവശ്യം. ഇത് പഠിക്കണം എന്തായാലും. അതാ പിന്നെയും വന്നു. ഈ വർക്ക് നമ്മൾ പറഞ്ഞാട്ടെ, ഈ വർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇനി പറയണില്ല. ഇനി ഈ വർക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ വർക്കില്ലേ, അത് നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ചിട്ട് പോയിക്കോ. നിങ്ങൾക്ക് എല്ലാവർക്കും ലിസാനിൽ ഫുൾ മാർക്ക് ഞാൻ തരും. കാരണം ലിസാനിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം തന്നെ വരുന്നത്.
ആ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ചോദ്യം കൊടുക്കുന്നു. എവിടെ? ചോദ്യ പേപ്പറിൽ. അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് വൃത്തിക്ക് എഴുതാൻ കിട്ടുമോ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ പരീക്ഷയ്ക്ക്. ലിസാൻ്റെ കൂടെ പരീക്ഷൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഓക്കെ. യാ ഇബ്നു അന്ത. ഇനി നിങ്ങൾക്ക് ഈ ലിസാൻ്റെ ട്രിക്കൊന്നും മനസ്സിലായി നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പഴയ വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത ലിസാൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. ഓരോ ചാപ്റ്ററും നമ്മൾ വിശദീകരിച്ചിട്ട് പറയുന്ന വീഡിയോ. ആ വീഡിയോയിൽ ഒരുപാട് ട്രിക്ക് പറയുന്നുണ്ടാവും. ആ ട്രിക്ക് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ. യാ ഇബിനു അന്ത ദാരിസുൻ. റെഡി ആണല്ലോ? ഒരു സംശയമല്ല. കാരണം യാ ഉണ്ട്. യാ ഇബിനാനിയാണ്. അപ്പോൾ ഇബിനാനി ആണെങ്കിൽ യാ ഉണ്ടല്ലോ. അപ്പോൾ അന്തൻ്റെ കുടുംബമാണ് വേണ്ടിയത്. പിന്നെ ആണാണല്ലോ. അപ്പോൾ അന്ത അന്തുമ അന്തു എന്നുള്ള ആ വരിയ വേണ്ടി. അതിലേതാ? രണ്ടാളുണ്ട്. രണ്ടാളുണ്ടാവുമ്പോൾ അന്തുമ. യാ അബിനാ ദാരിസൂന. അവസാനം വാവുനുണ്ട്. അപ്പോൾ അന്തും. യാ ബിന്തു അന്തി. യാ ബിന്താനി അന്തുമ. യാ ബനാത്തു അന്തുന്ന. അന ഇബിനു അനദാരിസുൻ. അന ബിന്തുൻ അനദാരിസത്തുൻ. പിന്നെ നഹനു അബിനാഉൻ. നഹനു അബിനാഉൻ. ഞങ്ങൾ എന്താണ്? മക്കളാണ്. ഹും ദാരിസൂന. ഹും ദാരിസൂന. അല്ലെങ്കിൽ അന്ത കൊടുക്കുകയാണെങ്കിൽ അന്തും ദാരിസൂന. നഹനു ബനാത്തും. ഞങ്ങൾ ആരാണ്? പെൺകുട്ടികളാണ്. പിന്നെ നഹനു ദാരിസാത്തുൻ. ഞങ്ങൾ പഠിക്കുന്നവരുമാണ്. അങ്ങനെ നഹനു തന്നെ അങ്ങോട്ട് എഴുതുക. നഹനു അബിനാവും നഹനു ദാരിസൂന നഹനു ബനാത്തുൻ നഹനു ദാരിസാത്തുൻ. പിന്നെ ഇവിടെ അന ബിന്തു എന്ന് പറയുമ്പോൾ അന ദാരിസത്തുൻ അങ്ങനെ പറയാം. അന ഇബിനുൻ അന ദാരിസുൻ അങ്ങനെ പറയാം കേട്ടോ. അതാണ് ഏറ്റവും സൂട്ടബിൾ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് വന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ഏത്? ഈ പാഠത്തിന് പരീക്ഷയ്ക്ക് വന്ന് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന് ഇതാ അയിന മദ്രസത്തുക്കി എന്ന് ചോദ്യം തന്നു. അപ്പൊ എന്താ ഉത്തരം പറയണ്ടേ? മദ്രസത്തി ഫിൽ മദീന. അപ്പൊ ഇത് കിട്ടാൻ എന്ത് ചെയ്യാ? ഇത് അതേപോലെ കാണാൻ പഠിക്കുക. അയിന മദ്രസത്തുക മദ്രസത്തി ഫിൽ മദീന. മദ്രസത്തി ഫിൽ മദീന. ഹൽ തുഹിബുൽ ഖിറാഅത? നഅം മുഹിബുൽ. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നഅം എന്ന് പറയുമ്പോൾ ചോദ്യത്തിൽ ഹല്ലുണ്ടാവും. ചോദ്യത്തിൽ ഹല്ല് എന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ നഅം അല്ലെങ്കിൽ ല രണ്ടാലെന്ന് വരാം. നമ്മൾ ഇംഗ്ലീഷിൽ യെസ് എന്ന് പറയും അല്ലേ? നീ ഇന്നലെ വന്നിരുന്നോ? യെസ്. യെസ് എന്നെങ്ങനെ പറയാ? അറബിയിൽ നഅം നഅം. അപ്പോൾ ഉണ്ടോ എന്നുള്ളതിനാണ് ഹല്ല് ഉപയോഗിക്കുക. ഹൽ തുഹിബുൽ ഖിറാ എന്താ? നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? നഅം നഅം മുഹിബുൽ ഖിറാ. കണ്ടോ? അടുത്തത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന് കൈഫ ഹാലുക്കി അൽഹംദുലില്ലാ അന ബി ഖൈർ. എല്ലാവർക്കും അറിയാം. ഷെയ്താൻ കിട്ടണം. മാക്ക ഹൂ ഈസ് വിത്ത് യു എന്ന് അർത്ഥം. നിന്റെ കൂടെ ആരാ ഉള്ളത്? മൈ അഖിൽ കബീറിൻ്റെ കൂടെ വലിയ സഹോദരനാണ്. ഇത് മാത്രമേ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് അപ്പോൾ ഈ പാഠത്തിന് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട്. ഒന്ന് തന്നെ വന്ന ചോദ്യം വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് പൊത്തി പിടിച്ചിട്ട് ഇത് എല്ലാം കിട്ടണം, ഇത് പൊത്തി പിടിച്ചിട്ട് ഇത് എല്ലാം കിട്ടണം. സെറ്റായിരിക്കണം. മസ്മുക്ക എന്ന് പറഞ്ഞാൽ ഇസ്മി സഫ്വാൻ. നിന്റെ പേരെന്താണ്? അപ്പം എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് പറയാം. മാതാ ഫി അദിക്ക, എന്താ നിന്റെ കയ്യിൽ? ഫി അദി കിതാബി, എൻ്റെ കയ്യിലേക്ക് പുസ്തകമാണ്. അങ്ങനെ കൈഫ ഹാലിക്ക് മമ്മാക്ക എല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ പാഠത്തിൽ പഠിക്കുന്ന വാക്കുകളാണ് മാതാമ. മാതാമ പറഞ്ഞാൽ എന്ത് എന്ത്. നാം എന്ന് പറഞ്ഞാൽ എസ്, ലാ പറഞ്ഞാൽ നോ, ഐന പറഞ്ഞാൽ എവിടെ, ഹല്ല് പറഞ്ഞാൽ ഉണ്ടോ, കൈഫ എങ്ങനെ, മൻ ആര്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാ ഇതിനി പരീക്ഷയ്ക്ക് വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം ഇക്കൊല്ലം പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കണം. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് ചോദ്യങ്ങൾ വേറെ ചോദിച്ചല്ലോ. അപ്പോൾ ഈ വർഷം ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൽ അബു ബിൽ ഖുറത്തി മയാ മൻ മാത ഏതാ കൊടുക്കേണ്ടതെന്ന സംശയം. അതായത് എന്താ ഇവിടെ ചോദിക്കുന്നത്? ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ ആര് ഫുട്ബോൾ കളിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മന്ന്. മാ എന്ന് പറഞ്ഞാൽ എന്ത് ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനെ ആരും ചോദിക്കോ? ഇല്ല. മാതാ പറഞ്ഞാൽ തന്നെ എന്ത് ഫുട്ബോൾ കളി എങ്ങനെ ചോദിക്കൂലല്ലോ. പിന്നെന്താ ചോദിക്കുക? ആരാണ് ഫുട്ബോൾ കളി. അപ്പോൾ എന്താ പറയുക? മൻ യൽ അബു ബിൽ ഖുറത്തി. അടുത്തത് തുഹിബു സിബാഹത്ത. തുഹിബു സിബാഹത്ത നീന്തൽ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഹല്ല് മാ ഒഹിബു. മാ പറഞ്ഞാൽ എന്താ? എന്ത് ഇഷ്ടപ്പെടുന്നു, എന്തിഷ്ടപ്പെടുന്നു നീന്തൽ, അങ്ങനെ ചോദിക്കോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും സൂട്ടബിൾ എന്താ? നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതിനെന്താ പറയുക? ഹൽ തുഹിബു സിബാഹത്ത. അടുത്ത് ബൈത്തുക. ഹല്ല് മൻ ഐന. എല്ലാവർക്കും അറിയാം ഐന ബൈത്തുക എന്നാ ചോദിക്കുക. ഫിൽ ഹക്കീബത്തി. ഐനൽ ഫിൽ ഹക്കീബത്തി. മാതാ ഫിൽ ഹക്കീബത്തി. ഏതാ വേണ്ടി?
മാതയെ വേണ്ടി അല്ലേ? ബാഗിൽ എന്താണ്? മാത. തദ്ഹബു ഇല സൂക്ക്, തദ്ഹബു ഇല സൂക്ക് അങ്ങാടിക്ക് പോകുന്നു. കൈഫ മാതാ ഫി, എങ്ങനെ ചോദിക്കുക? കൈഫ തദ്ഹബു. ഇസ്മു അബീക്ക, നിന്റെ ഉപ്പാന്റെ പേരെന്താണ് ചോദിക്കണം. അപ്പൊ മാ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ എന്താ അറിയണമെന്ന് അറിയോ? നിങ്ങൾക്ക് ഇപ്പൊ മാന്റെ അർത്ഥം എന്താണ്, മന്ന എന്താണ് എന്നൊക്കെ അർത്ഥം അറിയണം. മാ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അർത്ഥം, മന്ന പറഞ്ഞാൽ ആര്, അയിന പറഞ്ഞാൽ എവിടെ, കൈഫ പറഞ്ഞാൽ എങ്ങനെ. അപ്പോൾ ഇതിന്റെ അർത്ഥം കൂടി ജസ്റ്റ് അറിയണം നിങ്ങൾക്ക്. ബൈത്തു കാഫില്ലാക്കിബത്തി, അതിന്റെ അർത്ഥം കൂടി അറിഞ്ഞാലേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇവിടെ നോക്ക്, മാച്ച് ചെയ്യുന്ന ഇത് വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാവാൻ സാധ്യതയുണ്ട്, കാരണം ആദ്യത്തെ ചോദ്യം കുറച്ച് സിമ്പിൾ ആയിരിക്കും. അപ്പൊ അത് ഇതാവാൻ സാധ്യതയുണ്ട്. നോക്കുക എന്താണ്, മാതാ മാ കൈഫ ഐനാമൻ. ഇതിന്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ. ഇത് രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. എന്ത് എന്ത്. കൈഫ പറഞ്ഞാൽ എങ്ങനെ. ഐനന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ, എവിടെ എവിടെ എവിടെ. മൻ പറഞ്ഞാലോ ആര് ആര് ആര്. ഇനി ഇവിടെ പറയും ബൈത്തുക്കും. അപ്പൊ എന്താ, ഐന ബൈത്തുക്കും, നിങ്ങളെ വീട് എവിടെയാണ്. തക്തുബ് എഴുതുന്നു. അപ്പൊ എന്താ ഉത്തരം? നീ എന്താണ് എഴുതുന്നത് എങ്ങനെ ചോദിക്കുക? മാതാ തക്തുബ്. ഉസ്താദുക്ക, നിന്റെ ഉസ്താദ് ആരാണ്. അപ്പൊ മന്ന്. ഇസ്മുക്ക, അപ്പൊ എന്താ മസ്മുക്ക. ഹാലുക്കി, കൈഫ ഹാലുക്കി. യക്റഉ സാലിം അൽ ഖുർആന മൻ യക്റഉൽ ഖുർആൻ. ആണോ, ഇത് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാട്ടോ. സാലിം ഖുർആൻ ഓതുന്നു. അപ്പൊ എങ്ങനെ ചോദിക്കുക? ആരാ ഖുർആൻ ഓതുന്നത് എങ്ങനെ ചോദിക്കുക? മൻ യക്റഉൽ ഖുർആൻ. അപ്പൊ എന്താ ഇവിടെ ചെയ്തത്? സാലിം എന്നുള്ളതിനെ കട്ട് ചെയ്തിട്ട് മഞ്ഞ് കൊടുത്തു തുടക്കത്തിൽ. കണ്ട കണ്ട കണ്ട, സാലിമിനെ ഒഴിവാക്കി. അപ്പോൾ മൻ യക്റഉൽ ഖുർആൻ. ട്രിക്ക് മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പറയും. ഇത് വരാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. നഅം സമയത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു എന്നാ പറയുന്നത്. യെസ്, ഞാൻ ബാങ്ക് കേട്ടു. അപ്പൊ ഇവിടെ എന്തായിരിക്കും ചോദിക്കുക? നീ ബാങ്ക് കേട്ടോ എന്ന് ചോദിക്കുക. ഇവിടെ നഅം വന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കും, ഇവിടെ ഹല്ലുണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുത്തെ നഅംക്ക് ശേഷമുള്ള വാക്കിൽ എന്ത് കൊടുക്കുക? ഫത്ത് കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിൽ ഫത്ത് കൊടുക്കുക. അപ്പൊ അൽ സമയത്തൽ അദാനജ് ബാങ്ക് കേട്ടീനോ. ഹഖീബത്തി അല ത്വാവിലത്തി. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഹഖീബത്ത് എവിടെയാന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെ അറബി പറയാ? ഐനൽ ഹഖീബ്. യൽഅബു സാലിമുൽ ഖുറത്തി, സാലിമ് ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ എങ്ങനെ ചോദിക്കുക? മൻ യൽഅബു ബിൽ ഖുറത്തി, ആരാണ് കളിക്കുന്നത്. അപ്പൊ സാലിമും കളിക്കുന്നു. അൽഹംദുലില്ലാ നബി ഖൈർ. അപ്പൊ എന്തായിരിക്കും? കൈഫ ഹാലുക്. ഇസ്മി ഖദീജ. ശ്രദ്ധിച്ചോളൂ. അപ്പൊ എന്താ പറയണ്ടത്? മസ്മുക്ക എന്നല്ല പറയണ്ട്, പിന്നെ മസ്മുക്കി. എന്താ കാരണം? പെണ്ണാണ്. കണ്ടോ? മസ്മുക്ക ഇസ്മി സഫ്വാനാണ്. ഇവിടെ ഇസ്മി ഫാത്തിമ ആണെങ്കിൽ മസ്മുക്കി എന്നാ ചോദിക്കുക. അത് ഇവിടെ ചോദിച്ചിരിക്കണു. എവിടെ? ദൈന മദ്രസ തുക്കി. കണ്ടോ? കാരണം എന്താ? മദ്രസ ദീപിൽ മതി. അത് ഇവിടെ ആരായിരുന്നു? പെണ്ണിനോടാകുമ്പോഴാണ് അങ്ങനെ പറയാം. അപ്പൊ ഇസ്മി ഖദീജ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വേണ്ടി? മസ്മുക്കി എന്നാ വേണ്ടി കേട്ടോ. ലാ ലൈസ ഇന്ദി ജവ്വാൽ. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ഹൽ ഇന്ദക ജവ്വാലുൻ, നിന്റെ അടുത്ത് മൊബൈൽ ഉണ്ടോ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ 4 പാഠങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് റിവിഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ട്രിക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം വന്ന പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നന്നായി പഠിക്കുക, അർത്ഥങ്ങൾ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മാതാമായി ഇതൊക്കെ നന്നായി പഠിക്കുക, അത് ഉപയോഗിക്കേണ്ടതും പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ലിസാനുൽ ഖുർആൻ എളുപ്പമാക്കി നല്ല മാർക്ക്